എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സവിശേഷമായ ധ്യാനമാർഗത്തെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ ധ്യാനമാർഗത്തിൻ്റെ പേര് ആനാപാന സതി എന്നാണ്. ഈ ധ്യാനത്തെപ്പറ്റി നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ചെയ്തു നോക്കിയവരുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ ധ്യാനത്തിൻ്റെ അനുഭവത്തെയും ഈ ധ്യാനത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളും ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ശ്വാസത്തെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും ശുദ്ധീകരിക്കുവാനും ക്രമീകരിക്കുവാനും നടത്തുന്ന ഒരു പരിശീലനമായിട്ടാണ്. മനസ്സിൻ്റെ മേൽ ഒരു മേധാവിത്വം നേടാൻ നമ്മൾ ശ്വാസത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് മനസ്സിൻ്റെ പ്രത്യേകത? നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ മനസ്സിനെ കുറിച്ച് പറയുന്നത്, ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ സ ആത്മാ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പരങ്ങളെന്ന് പറയുന്നു, സൂക്ഷ്മങ്ങളാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ മൊത്തം ടോട്ടൽ ബോഡിയെ സംബന്ധിച്ച് ഈ ഇന്ദ്രിയങ്ങൾ, ഇപ്പോൾ ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ സെൻസ് ഓർഗൻസിൽ നിന്ന് എടുക്കാം. പ്രധാനപ്പെട്ട 5 ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അവയ്ക്ക് അവയുടേതായ സവിശേഷതയുണ്ട്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നു, മൂക്കുകൊണ്ട് മണക്കാൻ സാധിക്കുന്നു, ത്വക്ക് സ്പർശനം അറിയിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്രിയാവിശേഷങ്ങളോട് കൂടിയവയാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുള്ളത്. ഈ 5 ഇന്ദ്രിയാനുഭവങ്ങളല്ലാതെ ലോകത്ത് മറ്റ് യാതൊരു അനുഭവവും നമുക്കില്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ സൂക്ഷ്മങ്ങളെന്ന് പറയപ്പെടുന്നു. ടോട്ടൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ദ്രിയദ്വാരങ്ങൾ സവിശേഷമായ അനുഭവങ്ങളെ തരുന്നവയായതുകൊണ്ട്, അനുഭവ ഗ്രഹണശേഷിയുള്ളത് കൊണ്ട് തന്നെ അവയെ സൂക്ഷ്മങ്ങളായതുകൊണ്ട് പരങ്ങളെന്ന് പറയുന്നു. എന്നാൽ ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ടാണ് മനസ്സിനെ കാണുന്നത്. കാരണം ഇന്ദ്രിയങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് എവിടെയാണെന്നും കാത് എവിടെയാണെന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്നോ എന്താണ് ചിന്തിക്കുന്നതെന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇന്ദ്രിയങ്ങളെപ്പോലെ അത് പ്രത്യക്ഷ അവഗമ്യമല്ല. പെട്ടെന്ന് പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രകടമായിട്ടുള്ള ഒന്നല്ല മനസ്സ്. ഇത് മാത്രമല്ല, മനസ്സിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളും ഗ്രഹിക്കുന്ന വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മനസ്സ്. 5 ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന വിഷയങ്ങളെ, പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ എല്ലാം ഏകീഭവിക്കുന്ന ഒരു ഭാഗമാണ് മനസ്സ്. എന്നാൽ മനസ്സിനേക്കാൾ സൂക്ഷ്മമായിട്ട് പറയുന്ന ഒരു വസ്തുതയാണ് ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയാത്മികയാണെന്നാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. മനസ്സിനെയും ബുദ്ധിയെയും അവർ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ മനസ്സിനെ പറ്റി പറയുമ്പോൾ സംശയാത്മാ മന എന്ന് പറയും. ബുദ്ധിയെ പറ്റി പറയുമ്പോൾ നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയും. അതായത് ഡിറ്റർമിനിസം ഉണ്ട് ബുദ്ധിക്ക്, എന്നാൽ ഡൗട്ടാണ് മനസ്സിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ ഈ പ്രവർത്തനം, ഈ നമ്മുടെ മനസ്സിനെ കുറിച്ച് ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുമ്പോൾ ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ആ ബോധത്തിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് 4 തരത്തിൽ അന്ധകരണം എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചു വച്ചിട്ടുണ്ട്. ഇതിൽ മനസ്സെന്ന് പറയുന്നത് എന്താ? ഡൗട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ, വീടിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ആ ശബ്ദം
ഒരു സംശയം ഉണ്ടാക്കുന്നു. എന്തൊരു ശബ്ദം ഞാൻ കേട്ടു, എന്താണത് എന്നൊരു ചോദ്യമാണ് നമ്മളുണ്ടാകുന്നത്. ഈ ചോദ്യം സൃഷ്ടിക്കപ്പെടുന്ന ഇംബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ ബുദ്ധി എന്തു പറയും? ബുദ്ധി പൂർവാനുഭവങ്ങളെ നിന്ന് മനസ്സിലാക്കും, ഇത് തേങ്ങ വീണ ശബ്ദമാണ്, അത് ഇത്ര ആവൃത്തിയിലുള്ള ശബ്ദമാണ് എന്നത് നമ്മുടെ അനുഭവ തലത്തിൽ പൂർവാനുഭവത്തിലുള്ളത് കൊണ്ട് പൂർവാനുഭവത്തിൽ ഇല്ലാത്തൊരു ശബ്ദമാണെങ്കിൽ വീണ്ടും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ബുദ്ധിക്ക് അവിടെ നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൂർവാനുഭവങ്ങളെ ശേഖരിച്ചു വെക്കുന്ന ഒരു ഭാഗത്തെ ചിത്തം എന്ന് പറയാം. ഇത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ റീജിയൻ അല്ല, ഇത് ശരിക്കും വളരെ സൂക്ഷ്മമായിട്ടുള്ള ബോധത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. ആ രീതിയെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ മനസ്സെന്ന് സംശയിക്കുന്നൊരു വശമെന്നും ആ ബോധത്തിൽ സംശയിക്കുന്നൊരു വശമുണ്ട്. അതുപോലെ തന്നെ അതിനെ നിർണ്ണയിക്കുന്നൊരു വശമുണ്ട്. അതിൽ മെമ്മറികളുണ്ട്, അതിനെ ചിത്തമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിത് അറിഞ്ഞു, അത് തേങ്ങ വീണതാണ് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്ന ഞാനല്ലേ ആദ്യം പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അഭിമാനിക്കുന്ന, ഞാൻ അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്ന ഒരു അഹങ്കാരം തത്വവുമുണ്ട്. ഇത് കേവലം ഒരു തേങ്ങ വീഴുന്ന ശബ്ദത്തെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അകലെ നിന്നൊരു വ്യക്തി വരുമ്പോൾ നമുക്ക് സംശയമാണ്, ആരാണ് വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് മനസ്സ്. അവിടെ ആ ബാലൻസ്ഡ് ആകുന്ന സമയത്ത് ബുദ്ധി വന്നു എന്ന് മനസ്സിലാക്കും. സ്മൃതികളെ ചിത്തമെന്ന് പറയാം. അഹങ്കാരം ഞാൻ അറിഞ്ഞു എന്ന ആ ഒരു അഭിമാനം. ഇതാണ് അന്ധകരണത്തിൻ്റെ പ്രവൃത്തി. ഇവിടെ നാം പറഞ്ഞു വന്നത് ധ്യാനത്തെ പറ്റിയാണ്. ഇവിടെ ധ്യാനത്തിന് മറ്റൊരു നിർവചനമുണ്ട്. ധിയാ യാനം ഇതി ധ്യാനം. ബുദ്ധി കൊണ്ടുള്ള യാനത്തെ ധ്യാനം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബുദ്ധി എവിടേക്കാണ് യാനം ചെയ്യാനുള്ളത്? നേരത്തെ പറഞ്ഞു, ബുദ്ധിയേക്കാൾ പരമമായതാണ് എന്ത്? ആത്മാവ്. കാരണം ബുദ്ധിയും മനസ്സും ശരീരവും എല്ലാം നിലനിൽക്കുന്നുവെങ്കിൽ അതിലും സൂക്ഷ്മമായ തത്വമായിട്ട് ആത്മാവുണ്ട്. അവിടെ നമ്മുടെ ഈ ബുദ്ധിയെ ആത്മാവിലേക്ക് അഭിമുഖമാക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്.